ഇന്നത്തെ നമ്മുടെ ഡിന്നർ മസാല ദോശയാണ് കേട്ടോ. കുറച്ച് മാവ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മസാല ദോശ ഉണ്ടാക്കാമെന്ന്. മസാല ദോശ തിന്നാൻ കുറച്ച് കൊതിയുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് മസാല ദോശ ഉണ്ടാക്കണത്. അല്ലെങ്കിൽ മസാല ദോശ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ചോറും കറിയൊക്കെ വെച്ച് ഒരുമാതിരി പരിവാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മടിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മസാല ദോശ ഉണ്ടാക്കണം കേട്ടോ. നമ്മുടെ ഷാജിയോടെ റെസിപ്പി കേട്ടോ. നന്നായിട്ടുണ്ട്. ആളാണെങ്കിൽ വലിച്ചു നിർത്താത്ത കാര്യം പറഞ്ഞങ്ങോട്ട് അവസാനിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കല്ല എപ്പോഴും അയാളുടെ റെസിപ്പിയാണ്, അവരുടെ റെസിപ്പി കേട്ടോ നോക്കാറ്. പക്ഷേ ബീട്രൂട്ട് ഇട്ടത് നൈനുക്കുട്ടിക്ക് ഇഷ്ടമായില്ല. ആൾ ബീട്രൂട്ടൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് പിള്ളേർ തിന്നില്ല, അപ്പോൾ ഇതിൻ്റെ കൂടെ എങ്കിലും ഇട്ടാൽ തിന്നും വിചാരിച്ചിട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട്. വെറും തക്കാളി ചട്നിയല്ല, ശരവണ ഭവൻ തക്കാളി ചട്നി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് ഉഴുന്ന്, ഉണക്കമുളക്, നമ്മുടെ വെളുത്തുള്ളി, സവാള, ഇത് നമ്മൾ ലാസ്റ്റ് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ചേർക്കുക കേട്ടോ. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മല്ലിയിലയും ക്യാരറ്റും കുറച്ച് കാശ്മീരി മുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച സംഭവം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരവണ ഭവൻ തക്കാളി ചട്നി റെഡി കേട്ടോ. എന്നിട്ട് ആ ദോശയുടെ മേലെ ആ തക്കാളി ചട്നിയും കൂടി പരത്തി അതിൻ്റെ മേലെ നമ്മുടെ മസാലക്കൂട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ചൂടോടെയൊക്കെ കഴിച്ചാൽ അതുക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ശരി.